ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമസ്കാരം. എസ് നായർ ആസ്ട്രോ ആൻഡ് പാമിസിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 19 മുതൽ 2025 ഒക്ടോബർ 25 വരെ, അതായത് 1201 തുലാമാസം 3 മുതൽ 1201 തുലാമാസം 9 വരെയുള്ള നിങ്ങളുടെ വാരഫലം എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. മേടം രാശി: അശ്വതി, ഭരണി, കാർത്തിക 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച കൂടെയുള്ള സുഹൃത്തുക്കൾ മുഖേന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സ്വന്തമായി ഭൂമിയോ വീടോ വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നു. ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് കിട്ടാനുള്ള സാഹചര്യവും കാണുന്നു. ഇടവം രാശി: കാർത്തിക 45 നാഴിക, രോഹിണി, മകയിരം 30 നാഴിക. ഇവരിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നു. സ്ത്രീകൾക്ക് പുതുവസ്ത്രങ്ങളോ ആഭരണങ്ങളോ കിട്ടും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ഉദ്ദേശിക്കാത്ത പണം കയ്യിൽ വരാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. മിഥുനം രാശി: മകയിരം 30 നാഴിക, തിരുവാതിര, പുണർദം 45 നാഴിക. ഇവർക്ക് സാമ്പത്തിക നില ഭദ്രമായിരിക്കും. വരുമാനത്തിൽ വർധനം ഉണ്ടാകും. ഗൃഹത്തിൽ അല്പം സമാധാനം കുറയും. കുട്ടികളുടെ നന്മയ്ക്കായി പ്രയത്നിക്കും. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കർക്കിടകം രാശി: പുണർദം 15 നാഴിക, പൂയം 1000. ഇവരിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ കിട്ടി സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. ശത്രുക്കളെ സൂക്ഷിക്കുക. കുടുംബത്തിൽ സമാധാനമായി കാര്യങ്ങളെല്ലാം നടക്കും. ഉല്ലാസയാത്രയ്ക്ക് സാധ്യതയുണ്ട്. ചിങ്ങം രാശി: മകം, പൂരം, ഉത്തരം 15 നാഴിക. ഇവർക്ക് കുടുംബസ്വത്ത് കിട്ടാനുള്ള സാഹചര്യം കാണുന്നു. സഹോദരങ്ങളുമായി ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അനാവശ്യമായി പണം ചെലവാക്കാതെ സൂക്ഷിക്കുക. പണം നഷ്ടപ്പെടാൻ ഇടയുണ്ട്. കന്നിരാശി: ഉത്തരം 45 നാഴിക, അത്തം, ചിത്തിര 30 നാഴിക. മേലുദ്യോഗസ്ഥരുമായി ചെറിയ പിണക്കത്തിന് കാരണമാകുന്ന സംസാരം ഉണ്ടാകും. ഭാര്യയുടെ കുടുംബവുമായി അല്പം അകൽച്ചയ്ക്കും സാധ്യത കാണുന്നു. എന്നാൽ കലാകാരന്മാർക്ക് നല്ല സമയം. തുലാരാശി: ചിത്തിര 30 നാഴിക, ചോതി, വിശാഖം 45 നാഴിക. ഇവർ ശത്രുക്കളെ നേരിടുന്നതിൽ വിമുഖത കാണിക്കില്ല. ധൈര്യം കാണിക്കും. കർമ്മരംഗം വളരെ പുരോഗമിക്കും. പരീക്ഷകളിൽ വിജയിക്കും. വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് തുടങ്ങി വയ്ക്കാൻ സാധിക്കും. വൃശ്ചികം രാശി: വിശാഖം 15 നാഴിക, അനിഴം, കേട്ടം. ഇവർ കുടുംബസ്വത്തിനു വേണ്ടി തർക്കമുണ്ടാകും. അനാവശ്യമായി പണം ചെലവഴിക്കാനുള്ള സാധ്യത കാണുന്നു. ജോലി സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് സംസാരം വളരെ നിയന്ത്രിക്കണം. ധനുരാശി: മൂലം, പൂരാടം, ഉത്രാടം 15 നാഴിക. ഇവർക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകും. പിതാവിന്റെ ആരോഗ്യനില അല്പം മോശമാകാനുള്ള സാധ്യതയും കാണുന്നു. സമൂഹത്തിലും ബിസിനസ് രംഗത്തും പുരോഗതി കാണുന്നു. മകരം രാശി: ഉത്രാടം 45 നാഴിക, തിരുവോണം, അവിട്ടം 30 നാഴിക. ശത്രുക്കൾ മുഖേന നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളത് കൊണ്ട് പണമിടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കൂട്ടുകാർ വളരെ സ്നേഹത്തോടെ പെരുമാറും. ഭാര്യയുമായി പിരിഞ്ഞു നിൽക്കുന്നവർ അനുരഞ്ജനത്തിന് തയ്യാറാകും. കുംഭം രാശി: അവിട്ടം 30 നാഴിക, ചതയം, പൂരുരുട്ടാതി 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച പല കാര്യങ്ങളും ധീരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. ശത്രുക്കൾ നിഷ്പ്രഭരാകും. ഭാര്യയുടെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല. മീനം രാശി: പൂരുരുട്ടാതി 15 നാഴിക, ഉത്രട്ടാതി, രേവതി. മാതാവിന്റെ ധനം വന്നു ചേരാൻ സാധ്യത കാണുന്നു. കച്ചവടത്തിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാകും. തൊഴിലിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ രാശി കമന്റ് ബോക്സിലിട്ട് എന്നെ അറിയിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും സഹായകരമാകും എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.